ഒരുപാട് ജോലി തിരക്കുകളൊക്കെ ഉള്ള സമയങ്ങളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഈ ഒരു ദോശയിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കിത് തലേദിവസം മാവ് അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരിയാണ്. നമുക്ക് ഏതെങ്കിലും നല്ല ഇനം പച്ചരി നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ഒരു 2 പിടി അരി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. കാരണം നമ്മൾ ഈ ഒരു ദോശയ്ക്ക് കപ്പി കാച്ചുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ കുറച്ച് അരി ഒന്ന് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ നരച്ച് കൊണ്ടുവരാം. അപ്പം ഞാൻ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരു തവി മാവ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ആ ഒരു മിക്സിയുടെ ജാറിലൊക്കെ മാവ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ വന്നിട്ട് നമ്മൾ ഉഴുന്നൊന്നും ചേർക്കുന്നില്ലെങ്കിൽ തന്നെയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്കിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കും സ്നാക്സ് ബോക്സിലേക്കും ഒക്കെ നമുക്ക് കൊടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ ഹാർഡായി പോകുമൊന്നുമില്ല. പിന്നെ ഈ ഒരു ദോശയിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പോലും അറിയാതെ കണ്ട് വെജിറ്റബിൾസ് ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത്. പിന്നെ ഞാനിവിടെ ആദ്യം തന്നെ കപ്പി കാച്ചി വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇതുപോലൊക്കെ ചെയ്യുന്ന സമയത്ത് കപ്പി കാച്ചി അതിനകത്ത് ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട കെട്ടുന്നത് കാണാം അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കപ്പി കാച്ചിയതിന് ശേഷം നമ്മൾ ദോശയുടെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഇതും കൂടി ചേർത്ത് അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദോശ ബാറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ അരിമാവ് കുറുക്കി വെക്കുന്നത്. അരിമാവെല്ലാം നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച അരിമാവെല്ലാം, ആ ഒരു കുറുക്കിയ അരിമാവെല്ലാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പകുതി തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ദോശയ്ക്ക്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ നരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ഇത് പുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കിത് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, എരിവിനാവശ്യമായ പച്ചമുളക്, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ അഥവാ വേണമെങ്കിൽ തന്നെ നമുക്കൊരു തേങ്ങാ ചട്നിയോ അല്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വെറുതെ പഞ്ചസാര കൂട്ടി കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് ഇതിനെ അങ്ങനെ ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഇതങ്ങ് സ്പ്രെഡായി പോകും. കാരണം ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരത്തേണ്ട ആവശ്യമൊന്നും അങ്ങനെ വരുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ദോശയുടെ ഒരു സൈഡ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മാവ് വെച്ചിട്ടും ദോശ ചുട്ടെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ പാക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ.